ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വട്ടച്ചൊറി മാറാനായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ തുടയിടുക്കുകളിലെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള റെമഡി ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വട്ടച്ചൊറി എന്ന് പറയുന്നത് ഒരു ഫംഗസ് മൂലമുണ്ടാകുന്ന ഒരു അണുബാധയാണ്. ഇത് ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അത് പടരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ചെറിയ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും ആദ്യം, പിന്നീട് അത് 50 വയസ്സ് ആ വട്ടത്തിലേക്കൊക്കെ ഇങ്ങനെ വലുതായിട്ട് തിണർത്ത് വരും. ഈ ഒരു ചൊറിച്ചിൽ കാര്യങ്ങൾ വേഗത്തിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്കും പടരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വളരെയേറെ ശുചിത്വം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിൽ ഒരു സമയത്ത് ഇതേപോലെ വന്നിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു റെമഡി യൂസ് ചെയ്തു. അങ്ങനെയാണ് ഇത് മാറിയത്. ഇത് 2 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്, 2 ടൈമിലായിട്ട്. ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് വരാനായിട്ടൊരു സാധ്യത കൂടുതൽ. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലെ കുരുമുളക് പൊടിയാണ്. കുരുമുളകിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. നമ്മൾ ഉണങ്ങിയ കുരുമുളക് കറികളിൽ ഉപയോഗിക്കാറുണ്ട്. പച്ചക്കുരുമുളക് നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും, പക്ഷേ അതിൻ്റെ ഇലയ്ക്കുമുണ്ട് ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് വേണ്ടത് 3-4 കുരുമുളകിൻ്റെ ഇലകളാണ് വേണ്ടത്. പഴയ കാലത്തൊക്കെ കുട്ടികളുടെ കാലിലൊക്കെ ചൊറിയോ ചിരങ്ങോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ഇല ഉപയോഗിച്ചിട്ട് നമ്മളിത് കാണിക്കുന്ന പോലെ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് പുരട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനൊക്കെ നല്ലൊരു പരിഹാരമാണ് അന്നൊക്കെ ലഭിച്ചിരുന്നത്. ഇന്ന് നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മളിതൊന്നും ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ 1 സ്പൂൺ അളവിൽ ഇല ചതച്ചതാണ് വേണ്ടത്. നമ്മളിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരല്പം ഓയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ ഒരു കുരുമുളകിൻ്റെ ഇല ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസായിട്ട് ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. ഒരല്പം ഓയിലിൽ നമ്മൾ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമ്മളിതൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഓയിലിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ആ പിഷഡ് പോലുള്ള ഭാഗമില്ല, അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. കുപ്പിയൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളകില വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്തത് റെഡിയായിട്ടുണ്ട്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചൊറി, ചിരങ്ങ് എന്നിവയൊക്കെ ശമിപ്പിക്കാനായിട്ട് ഇതിന് കഴിവുണ്ട്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പുഴുക്കടി പോലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധമെന്ന് പറയുന്നത്, നമ്മൾ കയ്യിലാണ് ഈ ഒരു പ്രശ്നമെങ്കിൽ കൈ നന്നായിട്ട് കഴുകിയതിന് ശേഷം, കഴുകി തുടച്ചതിന് ശേഷം വേണം ഈ ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ദിവസത്തിൽ പല പ്രാവശ്യം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് ഈ ഒരു ഓയിൽ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഉടനെയൊന്നും വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഇതൊരു പുതിയൊരു അറിവായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.